നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ. ഇന്ന് 2026 ജനുവരി മാസം 1-ാം തീയതി. വളരെ പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ പുതിയ വർഷം തുടങ്ങിയ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ പുതിയ വർഷം സമ്പൽ സമൃദ്ധമാകണമെന്ന. സമ്പത്തുണ്ടാവണം, സമൃദ്ധി ഉണ്ടാവണം, സന്തോഷമുണ്ടാകണം. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിസ്ഥാനപരമായി നമ്മുടെയൊന്നും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. വർഷത്തിലൊരിക്കൽ ഇത്തരം ആഘോഷ ദിനങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുന്നുവെന്ന് മാത്രം. ക്രിസ്മസ് ആണെങ്കിലും, വിഷുവാണെങ്കിലും, ഓണമാണെങ്കിലും, ദുഃഖവെള്ളിയാണെങ്കിലും, പുതുവത്സരമാണെങ്കിലും കടന്നു പോകുന്നു. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കേവലം മനുഷ്യനിർമ്മിതമായ സമയത്തോട് അനുബന്ധിച്ചുള്ള ഒരു ആചാരം മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 രാജ്യങ്ങളിലെ പുതുവത്സരങ്ങൾ തമ്മിൽ 26 മണിക്കൂർ വ്യത്യാസമുണ്ട്. നമുക്കിന്ന് പുതുവർഷം പിറന്നിരിക്കുന്നു. നമ്മൾ ആഘോഷത്തിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ അമേരിക്കയുടെ ഒരു പ്രവിശ്യയായ ഹോലാൻഡ് ആൻഡ് ബേക്കർ ഐലൻഡ്, അവിടെ ആൾതാമസമൊന്നുമില്ല, പക്ഷേ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമേ പുതുവർഷം പിറക്കൂ. അതേസമയം ഇന്നലെ ഡിസംബർ 31-ന് 3:30 മണിയായ സമയത്ത്, നമ്മളെ ഇന്ത്യക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, കിരിബത്തി എന്ന രാജ്യത്തെ ലൈൻ ഐലൻഡിൽ പുതുവർഷം പിറന്നിരുന്നു. ഈ കിരിബത്തിയും ഹോലാൻഡ് ആൻഡ് ബേക്കറിലെയും പുതുവർഷങ്ങൾ തമ്മിൽ 26 മണിക്കൂർ വ്യത്യാസമുണ്ട്. 26 മണിക്കൂർ. അതായത് കിരിബത്തിയിൽ ബുധനാഴ്ച ആകുമ്പോൾ ഹോലാൻഡ് ആൻഡ് ബേക്കർ ഐലൻഡിൽ തിങ്കളാഴ്ചയാവും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും അമേരിക്കയിലെ പല പ്രവിശ്യകളിലും പുതുവർഷം പിറന്നിട്ടില്ല എന്നോർക്കണം. അതാണ് സമയ വ്യത്യാസത്തിൻ്റെ പ്രത്യേകത. ഇത്തരത്തിൽ മനുഷ്യൻ അവൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വ്യത്യാസങ്ങളാണ് ആഘോഷങ്ങൾ. പക്ഷേ ഇത്തരം ആഘോഷങ്ങളില്ലെങ്കിൽ എന്തു ജീവിതമാണ്? ലോകത്ത് ഏതു മനുഷ്യൻ്റെയും ആവശ്യങ്ങളൊന്നാണ്. അതിപ്പോൾ എലൻ മസ്ക് ആണെങ്കിലും നമ്മളിൽ ഒരാളാണെങ്കിലും നമ്മുടെയൊക്കെ ആവശ്യങ്ങളൊന്നാണ്. നമുക്കൊക്കെ ഭക്ഷണം വേണം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും വയറ് നിറയാനും രുചി അനുഭവിക്കാനും. നമുക്കൊക്കെ വസ്ത്രം വേണം, നാണം മറയ്ക്കാൻ. നമുക്കൊക്കെ സുരക്ഷിതമായി താമസിക്കാൻ ഒരു വീട് വേണം. നമുക്കൊക്കെ യാത്ര ചെയ്യാൻ വാഹനം വേണം. ഇതിനപ്പുറത്തേക്ക് എന്താണുള്ളത്? എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒന്നാണ്. പക്ഷേ ഓരോ മനുഷ്യൻ്റെയും സാമ്പത്തിക ശേഷി അനുഭവിച്ച് അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടാകുന്നു. എന്നിരുന്നാലും എത്ര വ്യത്യാസമുണ്ടാക്കാൻ കഴിയും? ഒരു ഇടത്തരക്കാരന് പോലും അവൻ ആഗ്രഹിക്കുന്ന തരത്തിൽ വളരെ കംഫർട്ടബിളായി ഇതെല്ലാം നേടിയെടുക്കാൻ കഴിയും. വലിയ വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, ഇതൊക്കെ എല്ലാവർക്കും സാധിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് മുന്നേറുകയാണ്. ഇതിനപ്പുറത്തേക്ക് പുതുവത്സരത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കിരിബത്തിൽ ദ്വീപിൽ ആരംഭിച്ച പുതുവർഷം പിന്നീട് ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും സിംഗപ്പൂരിലേക്കും ഫിലിപ്പീൻസിലേക്കും റഷ്യയിലേക്കും ജപ്പാനിലേക്കും ചൈനയിലേക്കും ഒക്കെ പടർന്ന് ഇന്ത്യയിലൂടെ അമേരിക്കയിലേക്ക് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ആഘോഷമാണ്. ലണ്ടനിൽ കടുത്ത തണുപ്പാണ് ഈ ദിവസങ്ങളിൽ. -10 വരെ തണുപ്പായിട്ടുണ്ട്. പക്ഷേ ലണ്ടൻ ബിഗ് ബെന്നും ഒക്കെ മിഴി തുറന്നിരുന്നു. ലണ്ടൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കരിമരുന്ന് കലാപ്രകടനമാണ് ഇന്നലെ നടന്നത്. ദുബായിലെ ബുർജ് ഖലീഫ നമുക്കറിയാം പുതുവർഷത്തെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നതെന്ന്. ഇത്തരത്തിൽ ലോകത്തെല്ലായിടത്തും ആഘോഷങ്ങളുടെ രാവായിരുന്നു ഇന്നലെ. നമ്മുടെ കൊച്ചു കേരളവും ഒട്ടും മോശമല്ല. സത്യത്തിൽ നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ടായിരുന്നു ആഘോഷങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് ശേഷമാണ് നമ്മൾ ഇത്രയേറെ മാറിയതെന്ന്. ഇന്നലെ കേരളത്തിൽ ബുക്ക് ചെയ്യാത്ത ഒരിടത്തും ഇടമുണ്ടായിരുന്നില്ല. ഒരു ഹോട്ടലിലും ഇടമുണ്ടായിരുന്നില്ല. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലും ഇടമുണ്ടായിരുന്നില്ല. ആർക്കും ശംഖുമുഖവും കോവളവും അടക്കം കേരളത്തിലെ ബീച്ചുകൾക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കും താങ്ങാനാവുന്നതിനപ്പുറത്തേക്ക് ആളായിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്യാത്ത ഒരിടത്തും ഭക്ഷണം ലഭിക്കുമായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവത്സരം പതിവ് ജീവിത പ്രക്രിയയുടെ ഭാഗം മാത്രമാണ്. വളരെ വൈകിയാണ് ഇന്നലെ കിടന്നതെങ്കിലും പതിവ് പോലെ നേരത്തെ എണീക്കേണ്ടി വന്നു. കാരണം ജോലി സമ്മർദ്ദം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഇനി പുതിയ ശത്രുക്കളൊന്നും ഉണ്ടാവരുതേ, ഉള്ള ശത്രുക്കളോട് നമ്മൾ പൊറുക്കണം, പുതിയ സ്നേഹത്തിൻ്റെ അധ്യായം തുറക്കണമെന്നൊക്കെയാണ്. എനിക്കും അതാണ് ആഗ്രഹം. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ തൊഴിൽ ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ഈ ജീവിത യാത്രയ്ക്ക് വലിയ മാറ്റമൊന്നും വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ പുതിയ യുദ്ധമുഖം തുറന്നുകൊണ്ട് പുതിയ വർഷം ആരംഭിക്കേണ്ടി വരും എന്ന സങ്കടകരമായ അവസ്ഥ കൂടി എനിക്കുണ്ട്. ഹൈബി ഈഡൻ MP എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. LDFിൽ നിന്നും UDFിലേക്ക് ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പുതിയ യുദ്ധപ്രഖ്യാപനമായി ആണ് അതിനെ ഞാൻ കാണുന്നത്. അതേക്കുറിച്ച് വിശദമായി വീഡിയോ ഒന്നും ചെയ്യുന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതേസമയം 2025 അവസാനിച്ചപ്പോൾ 2026 വരവേറ്റപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇന്നലെ വൈകുന്നേരത്തെ എൻ്റെ പ്രോഗ്രാം ശിവഗിരി കുന്നിലായിരുന്നു. നമുക്കറിയാം 3 ദിവസത്തെ ശിവഗിരി തീർത്ഥാടനം തുടരുകയാണ്. ഇന്നേ അത് അവസാനിക്കൂ. ഉപരാഷ്ട്രപതിയും കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഒക്കെ അടക്കമുള്ള
വലിയ നേതാക്കന്മാർ, സെലിബ്രിറ്റികൾ എത്തുന്ന തീർത്ഥാടനമാണ്. ആ തീർത്ഥാടനത്തിൽ ഇന്നലെ വൈകുന്നേരത്തെ ഒരു സെഷൻ മാധ്യമ സമ്മേളനമായിരുന്നു. ആധുനിക കേരള നിർമ്മാണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നതായിരുന്നു വിഷയം. ആ വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ കുറച്ചു നേരം എനിക്കും അനുവദിച്ചു കിട്ടി. മാത്യു കുഴനാടൻ MLA-യും MP ആയ A.A. റഹീമുമായിരുന്നു അതിലെ രണ്ട് വിശിഷ്ടാതിഥികൾ. ചർച്ചയ്ക്ക് മുമ്പുള്ള ഉദ്ഘാടകനും അധ്യക്ഷനുമൊക്കെ. കുഴനാടനുമായി ദീർഘകാലത്തെ പരിചയമുണ്ട്. A.A. റഹീമിനെ ആദ്യമായി കാണുകയാണ്. ഞാൻ ഇതിനു മുമ്പ് A.A. റഹീമിനെ നേരിട്ട് കണ്ടിട്ടേയില്ല. മിനിഞ്ഞാന്നും A.A. റഹീമിനെ ട്രോളിക്കൊണ്ടൊരു വീഡിയോ ചെയ്ത ചമ്മലുണ്ടായിരുന്നു റഹീം കടന്നു വരുമ്പോൾ. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റഹീം എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൂടെ എനിക്കും ഷെയ്ക്ക് ഹാൻഡ് നൽകി സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പോയിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. പിന്നീട് റഹീമിന് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് റഹീം പ്രസംഗത്തിന് ശേഷം നേരത്തെ പോയി. പോകുന്നതിന് മുൻപ് വന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് കൈ തന്നിട്ടാണ് പോയത്. പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വാസ്തവത്തിൽ സന്തോഷം തോന്നി. കാരണം റഹീമിനെ ഞാൻ 2 ദിവസം മുമ്പും ട്രോളി വീഡിയോ ചെയ്തതാണ്. നിരവധി വീഡിയോകളിലൂടെ റഹീമിനെ പരിഹസിച്ചിട്ടുണ്ട്. എന്നിട്ടും ആദ്യമായി കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഭാവവ്യത്യാസമില്ലാതെ ഊഷ്മളതയോടെ സൗഹൃദത്തോടെയുള്ള പെരുമാറ്റം അതെന്നെ ആഹ്ലാദിപ്പിച്ചു. വാസ്തവത്തിൽ പൊതുപ്രവർത്തകർക്ക് വേണ്ട ഒരു യോഗ്യത ഞാൻ റഹീമിൽ കാണുകയുണ്ടായി. പലപ്പോഴും പലരും അങ്ങനെയല്ല. വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് മുഖം തിരിച്ചു നിൽക്കുന്ന മനുഷ്യർ ഉള്ള കാലത്ത് എന്നെ സംബന്ധിച്ച് 2025 അന്ത്യത്തിൽ റഹീമിൻ്റെ ഊഷ്മളമായ പെരുമാറ്റം ആഹ്ലാദം നൽകി എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ജന്മഭൂമിയുടെ മുൻ റെസിഡന്റ് എഡിറ്ററും ഇപ്പോൾ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ P. ശ്രീകുമാർ, കേരള കൗമുദിയുടെ ചീഫ് ന്യൂസ് എഡിറ്റർ VS രാജേഷ്, സാമൂഹ്യ നിരീക്ഷകനായ NM പിയേഴ്സൺ, റിപ്പോർട്ടർ ചാനലിലെ സ്റ്റാർ അവതാരികയായ സുജയ പാർവതി എന്നിവർക്കൊപ്പമായിരുന്നു ഞാനും ആ പാനൽ ചർച്ചയിൽ പങ്കെടുത്തത്. ഇവരെ എല്ലാവരെയും നേരത്തെ തന്നെ പരിചയമുണ്ട്. എന്നാൽ സുജയ പാർവതിയെ ആദ്യമായാണ് ഞാൻ കണ്ടത് എന്നത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ തമ്മിൽ നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. പക്ഷേ സുജയ ഇന്നലെ ആദ്യമായി കണ്ടതാണ്. മനോഹരമായി സാരി ഉടുത്ത് സുന്ദരമായി പുഞ്ചിരിച്ച് സുജയ പാർവതി എത്തി. സാധാരണ ഒരു ഡിബേറ്റിൻ്റെ രൂപത്തിലുള്ള വഴക്കും തർക്കവും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപക്ഷെ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ ആ സ്റ്റേജിൽ നടുക്ക് ഉപവിഷ്ടനായിരുന്നത് കൊണ്ടാവാം. എന്തായാലും മനോഹരമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരോടും മടങ്ങി. ഞങ്ങളുടെ ടീം അല്പം നേരത്തെ ചെന്നിരുന്നു. ഉടൻ തന്നെ ഒരു സ്വാമി ഞങ്ങളുമായി മഹാസമാധിയിലേക്ക് പോകുന്നു. മഹാസമാധിയിൽ നിന്നും വൈദിക മഠത്തിലും പിന്നീട് ശാരദാ മഠത്തിലും എത്തി തൊഴുത് മടങ്ങിയാണ് ഈ ചടങ്ങിലേക്ക് പ്രവേശിച്ചത്. ഇതിനിടയിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നെത്തിയ അനേകം ഗുരുദേവ ഭക്തരെ കണ്ടു. അനേകം പേർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. അവരോട് സംവദിക്കാനും സംസാരിക്കാനും കഴിഞ്ഞു. വലിയ പന്തലാണെന്ന് ഓർക്കണം. ഈ പന്തലിൽ ഇരുന്ന് ഞങ്ങളുടെ പ്രഭാഷണം കേട്ടവർക്ക് ഞങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. കാരണം ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് 7:30 മണി കഴിഞ്ഞ് മടങ്ങേണ്ടതുണ്ടായിരുന്നു. എന്തായാലും ശിവഗിരിയിൽ എത്തിയതല്ലേ, എന്നാൽ പിന്നെ വർക്കല ക്ലിഫിൽ പോയി പുതുവത്സരം ആഘോഷിക്കുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതനുസരിച്ച് ഞങ്ങൾ വർക്കലയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ ഒഴുകുകയാണ് ഈ ശിവഗിരി തീർത്ഥാടന പരിസര പ്രദേശത്ത്. അവിടെ നിന്ന് ഞങ്ങൾ വർക്കലയിലേക്ക് പ്രവേശിക്കുന്ന ആ ജംഗ്ഷനിലെത്തിയപ്പോൾ വലിയ തിരക്കാണ്. ഞാൻ കരുതിയത് ഇതെല്ലാം ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട തിരക്കാണെന്നാണ്. ഒരു വിധത്തിൽ റൗണ്ടാനയിലൂടെ വണ്ടി തിരിച്ചപ്പോൾ ഒരു പോലീസുകാരൻ ഓടി വന്ന് തട്ടിയിട്ട് എങ്ങോട്ട് പോവുകയാണ് ചോദിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വർക്കല ക്ലിഫിലേക്കാണ്. അദ്ദേഹം പറഞ്ഞു സാറേ 3 മണിക്കൂറെങ്കിലും എടുക്കും അവിടെ ചെല്ലാൻ. ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു ഈ ആളുകളൊക്കെ അങ്ങോട്ടാണോ? അതെ, അവരെല്ലാം അങ്ങോട്ടാണ്. ഞാൻ കരുതിയത് ഇപ്പോൾ ഈ ശിവഗിരിയിൽ നിന്ന് ഇറങ്ങുന്ന തിരക്കാണ്. അദ്ദേഹം പറഞ്ഞില്ല, വർക്കല ക്ലിഫിൽ ജനനിബിഡമാണ്, അങ്ങോട്ട് ചെല്ലാനേ സാധ്യമല്ല. എന്തായാലും അദ്ദേഹം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പുതുവത്സരാഘോഷം കുളമായേനെ. കാരണം വർക്കല ക്ലിഫിൽ ആയിരക്കണക്കിന് മനുഷ്യരെത്തിയിരിക്കുന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണം പോലും അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഉണ്ടായിരുന്നില്ല, ഇടമുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്തായാലും അദ്ദേഹം വഴി തടഞ്ഞ് ഞങ്ങളെ തിരിച്ചുവിട്ടു. ഞങ്ങളുടെ പുതുവത്സരത്തെ രക്ഷിച്ചെടുത്ത ആ പോലീസുകാരുടെ നന്ദി പറയാതിരിക്കുന്ന നിവൃത്തിയിൽ. ഇങ്ങനെയുള്ള മനുഷ്യർ, നമ്മൾ ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത പലതരത്തിലുള്ള മനുഷ്യർ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തുണയും സഹായവുമായി വരാറുണ്ട്. ഇന്നലെ ഞങ്ങളുടെ മുമ്പിൽ രക്ഷകനായി പ്രത്യക്ഷപ്പെട്ടത് ആ പോലീസുകാരനായിരുന്നു. അദ്ദേഹം എന്നെ കണ്ടതുകൊണ്ട് തന്നെ വണ്ടി തടഞ്ഞ് ഉപദേശിച്ചതാണ്. അതനുസരിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തിരിച്ചു പോരാൻ കഴിഞ്ഞു. ഞങ്ങൾ 5-6 പേരുണ്ട്. പിന്നെ എങ്ങോട്ട് പോകും? പല ഹോട്ടലുകളിലും വിളിച്ചു, ഒരിടത്തും സീറ്റ് കാലിയല്ല. പെട്ടെന്നാണ് വിൻസറിൻ്റെ കാര്യം ഓർക്കുന്നത്. തിരുവനന്തപുരം കവടിയാറിലെ വിൻസർ രാജധാനി എന്ന് പറയുന്ന ബിജു രമേശിൻ്റെ ഒരു ഹോട്ടലുണ്ട്. ബിജു രമേശിന് പല ഹോട്ടലുകളുണ്ട്. അവിടെ പലതവണ പോകാറുള്ളത് കൊണ്ട് തന്നെ മിടുക്കനായ ശ്രീകുമാർ എന്ന് പറയുന്ന അവരുടെ ഒരു മാനേജറുണ്ട്. ഈ മാനേജർ വിളിച്ചാൽ സാധിക്കാത്തതായ ഒരു കാര്യവുമില്ല. മാനേജറെ വിളിച്ചു, സീറ്റ് ബുക്ക് ചെയ്തു, പോയി. വളരെ മനോഹരമായിരുന്നു എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. മറ്റ് പലയിടത്തെയും അപേക്ഷിച്ച് നിരക്കും കുറവാണ്. ആ തിരക്കിനിടയിൽ ഞങ്ങൾ പുതുവത്സരത്തിൻ്റെ വിരുന്ന് കഴിച്ചു. അനേകം പേരെ ഇവിടെ വെച്ചു. മാത്രമല്ല അവിടെ ഒരു പ്രത്യേകതരം മ്യൂസിക് നൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ മ്യൂസിക് നൈറ്റിൽ ഒരു കവിത ചൊല്ലാനും എനിക്ക് സാധിച്ചു. ഏനുണ്ടോടി അമ്പിളിച്ചന്തം എന്ന് പറയുന്ന മനോഹരമായി ഒരു യുവതി പാടുന്നത് കേട്ടു. അങ്ങനെ
മനോഹരമായൊരു സന്ധ്യയായിരുന്നു. ഒടുവിൽ ഒരു നറുക്കെടുപ്പുണ്ടായിരുന്നു. ആ നറുക്കെടുപ്പിൽ 1ാം സ്ഥാനം അടിച്ചത് എനിക്കാണെന്ന് പിന്നീട് ഒരാൾ അറിയിച്ചു. എനിക്ക് ഉറപ്പില്ല. ഞങ്ങൾ പോകുന്നതിന് ശേഷമായിരുന്നു നറുക്കെടുപ്പ്. എന്തായാലും ഒരു പുതുവത്സരം പിറക്കുകയാണ്. മറുനാടിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ. നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ മനോഹരമായിരിക്കട്ടെ നമ്മുടെ പുതുവത്സരം എന്ന് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം.